എന്താ? അയ്യോ, എന്ത് പറ്റി? ചേച്ചി, എല്ലാവർക്കും പെട്ടെന്ന് വയ്യാണ്ടായി. എന്താണെന്നറിയില്ല. അയ്യോ, എല്ലാവരും വോമിറ്റൊക്കെ ചെയ്താണല്ലോ. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ പുറത്തുനിന്ന്? ഇന്ന് ഈവനിങ് ഒരു ബോക്സ് ചോക്ലേറ്റ് വന്നിരുന്നു ചേച്ചിയുടെ പേരില. അത് ഞങ്ങളെല്ലാം കഴിച്ചു. വാട്ട്? ബോക്സോ? അതെവിടാ? ഇതാ. അയ്യോ മോളെ, തന്നെ സിസ്റ്റർ അമ്മയെ വിളിക്കേ, ആംബുലൻസ് കോൾ ചെയ്യും. ഈ ബോക്സിൽ ഒരു ലെറ്റർ ഉണ്ടല്ലോ. ഇതിനെ ഒരിക്കലും ക്ഷമിക്കില്ല. ജീവിക, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഈ രാത്രിയിൽ ഈ കുട്ടികളെല്ലാം ആംബുലൻസ് വിളിച്ചാൽ ഇപ്പൊ എത്തുമെന്ന് തോന്നുന്നില്ല. ബിബിനെ വിളിക്കേ. അവനെ വിളിക്കാനോ? അവന് ഇപ്പൊ വരാൻ പറ്റുമോ? അവൻ വരും. അങ്ങനെ കുട്ടികളുടെ ഒരു ആവശ്യത്തിലാന്ന് പറഞ്ഞ എവിടെയാണെങ്കിലും അവൻ ഓടിയെത്തും. ശരി. എന്താ കുട്ടികൾക്ക് പറ്റിയത്? അയ്യോ, എല്ലാവരും വോമിറ്റ് ചെയ്യാണല്ലോ. പെട്ടെന്ന് കാറിലേക്ക് കയറ്റ്, വേഗാവട്ടെ. കാറോ? അയ്യോ എബി, ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട്. എല്ലാവർക്കും ഛർദിയ. അപ്പൊ നിന്റെ കാറിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അതൊന്നും സാരമില്ല. തൽക്കാലം കഴിയുന്നത്ര കുട്ടികളെ കഴിച്ച് അവരെ നമുക്ക് ഹോസ്പിറ്റലാക്കിയിട്ട് ഞാൻ വീണ്ടും വരാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ടാക്സി കൂടി അറേഞ്ച് ചെയ്യാം. ഡോണ്ട് പാനിക്. എന്ത് വന്നാലും ഞാൻ എൻ്റെ കൂടെ ഉണ്ട്. ഓക്കെ? കുട്ടികൾക്കൊന്നും പറ്റില്ല. യു ഡോണ്ട് വറി. ഇത്രയും വലിയ ഹോസ്പിറ്റലും ഇതിൻ്റെ ബില്ല് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്തായാലും നല്ല രീതിക്ക് തന്നെ ബില്ലുണ്ടാവും. പ്രത്യേകിച്ച് ഇത്രയും കുട്ടികളും എല്ലാവർക്കും സ്റ്റൊമക്ക് ക്ലീനിങ് ചെയ്യണമായിരുന്നു. ഇനി ഇപ്പം നമ്മൾ എന്താ ചെയ്യുക? ശരിയാ, ഇത്ര ഹ്യൂജ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ബേബിയോട് പറഞ്ഞാൽ അവൻ എന്തായാലും നമ്മൾ സഹായിക്കും. പക്ഷെ എപ്പോഴും അവനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ല. ഇപ്പോൾ തന്നെ ഈ രാത്രി എത്ര തവണയാണ് അവൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇനി അവന് നമ്മൾ എന്താ ചെയ്യുക? ഞാൻ ഡോക്ടറോട് ചോദിച്ചു. കുട്ടികളുടെ ഹെൽത്തിനൊന്നും ഒരു കുഴപ്പമില്ല. സ്റ്റൊമക്ക് ക്ലീനിങ് ചെയ്ത് എല്ലാവരും ഓക്കെയാണ്. ഇനി ടാബ്ലറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് എടുക്കണം. അതെല്ലാം ഈ ഫാർമസിയിൽ നിന്ന് വാങ്ങിയാൽ മതി കേട്ടോ. എന്നെ പപ്പ വിളിച്ചിട്ടുണ്ട്. എനിക്ക് അർജൻറ്റായിട്ട് ഒന്ന് പോകണം. അറിയാലോ പപ്പയുടെ കാര്യം. ഇവിടെ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഉടനെ വിളിക്കണം. ഓക്കെ? ഒരു മടിയും വിചാരിക്കേണ്ട. അറിയാലോ പൊന്നു? ഓക്കെ ബി, ഇനി ഇവിടെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടെങ്കിൽ ഞാൻ പറയുന്നുണ്ട്. നീ പോയിട്ട് വാ, വെറുതെ പപ്പയെ മുഷിപ്പിക്കണ്ട. ഓക്കെ, ബൈ. ടേക്ക് കെയർ പൊന്നു. ലവ് യു. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ബിൽ പേ ചെയ്യാതെ ഇതിന് പോകാനും പറ്റില്ല. എൻ്റെ മുമ്പിൽ ഒരു മാർഗവും തെളിഞ്ഞു കാണുന്നില്ല. ഫുഡ് പോയ്സണിംഗ് ആയിട്ട് കുട്ടികളുടെ കൂടെ വന്ന ആൾക്കാരില്ലേ, അവര് വേഗം ബിൽ പേയ്മെന്റ് സെക്ഷനിലേക്ക് പോകണം കേട്ടോ. അവിടുന്ന് ബില്ലിന്റെ റെസിപ്റ്റ് വാങ്ങിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇവിടെ കുട്ടികളെ ആംബുലൻസിൽ തിരിച്ചെത്തിക്കാൻ പറ്റുള്ളൂ. സ്റ്റൊമക്ക് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാബ്ലറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് എടുത്താൽ മാത്രം മതി. ഓക്കെ സന്ന, നീ കൂടെ വാ. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും വേറെ മാർഗം കാണുന്നില്ല. നിങ്ങൾ ഫുഡ് പോയ്സൺ ആയ കുട്ടികളുടെ കൂടെ വന്നാരാ? അത് ഞാൻ ബില്ല് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട്. ഓ, നിങ്ങൾ ഫുഡ് പോയ്സൺസ് കുട്ടികളുടെ കൂടെ വന്നാണല്ലേ? നിങ്ങളുടെ ബില്ല് പേ ചെയ്ത് കഴിഞ്ഞല്ലോ. റെസിപ്റ്റ് വാങ്ങാനല്ലേ വരാൻ പറഞ്ഞത്? ഇതാ റെസിപ്റ്റ്. ഈ റെസിപ്റ്റ് അവിടെ കൊടുത്താൽ മതി കേട്ടോ. ഹോസ്പിറ്റൽ ആംബുലൻസിൽ തന്നെ നിങ്ങളെ അവിടെ ഓർഫനേജിൽ കൊണ്ടുവിടുന്നതാണ്. ബില്ല് പേ ചെയ്തോ? പേ ചെയ്തത് ആരാണെന്നൊന്നും നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഇത് ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. ഇനി ഒന്നുമില്ല കേട്ടോ. എല്ലാ ബില്ലും കംപ്ലീറ്റ് ആയിട്ട് പേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തിരിച്ചു കൊണ്ട് വിടാനുള്ള ബില്ലടക്കം ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് പേ ആയിട്ടുണ്ട്. സോ നോ വറീസ്. പിന്നെ ടാബ്ലറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് എടുക്കണം കേട്ടോ. ഓർഫൺ കുട്ടികളാകണ്ട, അവരെ ശ്രദ്ധിക്കാൻ ആരും ഇല്ലാതായി പോരുത്. ഓക്കെ, താങ്ക് യു. ലെറ്റർ ഇന്നതാ, ഞാൻ വായിച്ചു നോക്കാം. ഡിയർ ജീവിക,
ഇതാരാണെന്ന് പറയാതെ തന്നെ അറിയാലോ. അങ്ങനെ വീണ്ടും നീ എനിക്ക് മുമ്പിൽ കടക്കാരിയായിരിക്കുന്നു. നിന്റെ കുട്ടികളെ ശിക്ഷിച്ചത് ഞാനാണെങ്കിലും അവരെ രക്ഷിച്ചതും ഞാൻ തന്നെയല്ലേ. ഇതിൻ്റെ എല്ലാം കടം നീ ഒരിക്കൽ എനിക്ക് വീട്ടേണ്ടി വരും. എല്ലാം ചേർത്ത് നമ്മുടെ കല്യാണ ദിവസം അന്ന് നിന്നെ തന്നെ എനിക്ക് സമർപ്പിക്കുന്ന ദിവസം ഈ കടങ്ങളെല്ലാം തീരും. ഇപ്പോൾ ഹാപ്പി ആയില്ലേ? നിന്റെ സന്തോഷമാണ് എൻ്റെ ഈ സന്തോഷം. മൈ ഡിയർ മിസ്സസ് ജോൺ, മീറ്റ് യു ടുമാറോ. ബാസ്റ്റഡ് മീൻസ് എ റിയൽ ബാസ്റ്റഡ്. എൻ്റെ ഈ ശരീരത്തിന് വേണ്ടി മാത്രം അയാൾ ഇതൊക്കെ ആ കുട്ടികളെ പോലെ അയാൾ വെറുതെ വിട്ടില്ല. ഇതിനൊക്കെ ഇവിടെ തമ്പുരാൻ ഒരിക്കൽ അയാളോട് പകരം ചോദിച്ചിരിക്കും. ജീക, നീ വാ, നമുക്ക് ഓർഫണേജിലേക്ക് പോവാം. സിസ്റ്റർ എന്നെയൊക്കെ പേടിച്ചിരിക്കുകയായിരിക്കും. നീ വരാൻ നോക്ക്, നാളെ ഓഫീസിൽ പോകണ്ടല്ലേ. ഓ മൈ ഗോഡ് പ്രിൻസ്, വാട്ട് ഹാപ്പൻ ടു യു? വാട്ട് ദ ഹെൽ വാസ് ദാറ്റ്? ഇത്രയ്ക്ക് സ്പീഡിൽ വണ്ടി ഓടിക്കുന്ന കാര്യം എന്തായിരുന്നു? വാട്ട് അബൌട്ട് മീ? എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? Oh really? You worried about yourself? I mean, what about us? നമുക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? നിനക്ക് എന്തെങ്കിലും പറ്റിയ അതെനിക്ക് താങ്ങാൻ കഴിയുമെന്ന് അറിയില്ലേ പ്രിൻസ്? നീ എന്തിനാണ് ഇത്രയ്ക്ക് പേടിയില്ല? എല്ലാരും എത്തിയല്ലോ. Mom? ഓ ഗോഡ്, എന്താ എന്റെ മോനും മരുമോളും കൂടെ ഒരു കുശുകുശുപ്പ്? മമ്മ കൂടെ ഒന്ന് അറിയട്ടെ. ഓ കത്രീന ആന്റി, എന്താണ് വിളി പറയുന്നേ? എനക്ക് വല്ലതും പറ്റിയോ? I'm okay, Mom. എനിക്ക് കുഴപ്പമൊന്നുമില്ല. വണ്ടിക്ക് ഇത്തിരി സ്പീഡ് കൂട്ടി, അതിനായി വിളിക്കണം. ഏയ് ഒന്നുമില്ല. എവിടെ എൻ്റെ പൂച്ചക്കുട്ടി? ഇതുവരെ എത്തിയില്ലേ? ഇത്ര ലേറ്റ് ആയിട്ടും? ഓ, അവളെത്തിയിട്ടുണ്ട്. വന്ന ഉടൻ തന്നെ മുഖം വീർപ്പിച്ച് റൂമിലേക്ക് പോയിട്ടുണ്ട്. ചേട്ടായി വന്നിട്ടേ കാര്യം പറയുമെന്നും പറഞ്ഞ ഒറ്റ ഇരിപ്പ. നീ തന്നെ ചോദിക്ക് എന്റെ പൂച്ചക്കുട്ടിയോട്. നീ തന്നെയാണല്ലോ അവളെ വശമാക്കി വെച്ചിരിക്കുന്നത്. എൻ്റെ പൊന്നു മമ്മി, അവൾ കൊച്ചു കുഞ്ഞല്ലേ, അപ്പോൾ കുറച്ച് വാശിയൊക്കെ ഉണ്ടാവും. അവളുടെ പെണ്ണം തന്നെയാണ്, എനിക്ക് പറ്റില്ല. അതിന് മമ്മി എന്തൊക്കെ പറഞ്ഞാലും. അതെ ചേട്ടായി ഇത്രയ്ക്ക് ലേറ്റ് ആയത് ഞാൻ ഒരുപാട് മിസ് ചെയ്തു. എന്താ മുഖം വീർപ്പിച്ചിരിക്കുന്നേ? ചേട്ടനോട് കാര്യം പറ. ചേട്ടായിക്കറിയോ, ഇന്ന് ഞങ്ങൾ കോളേജിൽ ഒരുത്തനോട് മോശമായിട്ട് പെരുമാറിയത്. എന്ത് മോശമായിട്ട് പെരുമാറിയോ? ആരാത്? ആൻസർ മീ. അവൻ്റെ എല്ലാ ഡീറ്റെയിൽസ് എടുക്കും. ഇനി അവൻ നേരെ നടക്കില്ല. ചേട്ടായുടെ മോനെ എങ്ങോട്ടാ? ഇവിടെ പറഞ്ഞപ്പോഴേക്കും നീ കണ്ണടച്ചെന്ന് വിശ്വസിച്ചോ? നിങ്ങളുടെ സ്വഭാവം നിനക്കറിയാലോ. പണ്ട് ചോക്ലേറ്റ് ചുറ്റി തന്നില്ലാന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണെ ഇവളുടെ കരണത്തടിച്ചെന്നും പറഞ്ഞു എന്നോട് പരാതിയും പറഞ്ഞു നീ പോയി ആ പെണ്ണിന്റെ കരണത്തടിച്ച് ഓർമ്മയുണ്ടോ? നീ കാര്യം മുഴുവൻ അറിയാതെ പ്രതികരിക്കേണ്ടെന്ന് ഞാൻ പറയും. ഈ കുട്ടിക്കുരുപ്പേ അങ്ങനെ പലതും പറയും. എൻ്റെ പൊന്നമ്മ ചെന്ന് ആ പയ്യൻ്റെ കൈയും കാലും ഒടിച്ചു വന്നാലേ അവസാനം അവൻ്റെ അച്ഛനും അമ്മയും എന്നോടായിരിക്കും ചോദിക്കാൻ വരുന്നത്. മമ്മ നീ സത്യാ പറയുന്നേ? ആ ചെറുക്കൻ വളരെ മോശമായിട്ടാണ് പെരുമാറിയേ. സത്യമാ പറയുന്നേ. മമ്മ എന്നെ വിശ്വസിക്കത്തെ. ചേട്ടായി സത്യം പറയുന്നേ. ഓ ശരി സമ്മതിച്ചു. പക്ഷെ നീ കാര്യമൊന്നും ആദ്യം കേൾക്ക്. അത് കേട്ടിട്ട് ബാക്കി പരിപാടികൾ ചെയ്താൽ മതി എൻ്റെ പൊന്നുമ. കേൾക്ക്, എന്താ ഉണ്ടായേ? എൻ്റെ പൊന്നുമോൾ ആ തിരുവായം തുറന്നേ. നോക്ക് ചേട്ടായി, ഞാനിങ്ങനെ നടന്നു വരുമായിരുന്നു. അപ്പോൾ ഒരുത്തൻ ഇടം കാലായിട്ട് എന്നെ നിലത്ത് വീഴ്ത്തിയിട്ടു. ഞാൻ എന്നിട്ട് നിന്ന് അവനെ മോന്തിക്കിട്ട് ഒറ്റ അടി കൊടുത്തു. അപ്പോൾ അവൻ പറയാ ഞാൻ വേറെ കണ്ടില്ല, അറിയാതെ കാല് വെച്ച് പോയതാണെന്ന്. എന്തൊരു അഹങ്കാരം അവനെ നോക്കണേ. എന്നെ തള്ളിയിട്ടതും പോരാ, എന്നിട്ട് എന്നോട് പറയുക അറിയാതെയാണെന്ന്. കണ്ടു ചേട്ടായി, ഇത്രയും വലിയ കാര്യമായത്. ചേട്ടായി അവന് നല്ല അടി കൊടുക്കണേ. കണ്ടോ ഇതിനൊക്കെയാ നിന്റെ അനിയത്തി മുഖവും വീർപ്പിച്ചിരുന്നത്. ആ ചെറുക്കനോട് അറിയാതെ പറ്റിയതാവും. അതൊന്നും അവൻ്റെ കർണത്തിട്ട് അടിച്ചില്ലേ? എന്നിട്ടാണോ വീണ്ടും ചേട്ടായിയെ കൊണ്ട് അവനായിട്ട് അടുപ്പിക്കാൻ പോകുന്നത്? ഈ പെണ്ണെ വെറുതെ ഇരുന്നേ. പ്രിൻസേ, നീ ഇവിടെ താഴത്തിനകത്ത് തുള്ളരുത്. മമ്മ, ആ ചെറുക്കൻ എന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു, അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. അവൻ കാരണം എൻ്റെ പെങ്ങൾക്ക് ഹേർട്ടായിട്ടുണ്ടെങ്കിൽ അവൻ അതിനനുഭവിച്ചേ പറ്റൂ. അവൻ വേദനിപ്പിച്ചിരിക്കുന്നത് പ്രിൻസിൻ്റെ അനിയത്തിയാ. പ്രിൻസിൻ്റെ അനിയത്തിയോട് മോശമായി പെരുമാറാൻ മാത്രം അവൻ വളർന്നിരിക്കുന്നു. ഓ, ഒരു ചേട്ടനനിയത്തി വന്നിരിക്കുന്നു. എൻ്റെ പിന്നോ ഞാനില്ല.
ഒരു മിനിറ്റ്. അല്ല, എൻ്റെ ഇതൊക്കെ ലേറ്റായി. ഞാൻ വിളിച്ചപ്പോൾ നേരത്തെ എങ്ങാനും ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ. എന്നിട്ട് ഈ നട്ടപ്പാതിരക്കാണോ വീട്ടിൽ കയറി വരുന്നത്? ഓ, അതൊന്നുമില്ല അമ്മ. അത് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോയി. ജസ്റ്റ് ഓർഫനേജിലെ ഒരു കാര്യത്തിനാണ്. ഓ, എനിക്കറിയാം. അല്ലേലേ എൻ്റെ പൊന്നുമോൻ എല്ലാവരെയും സഹായിക്കാനേ അറിയുള്ളൂ. എടാ, അവളെ പറഞ്ഞത് കേട്ട് നീ ആ പയ്യനെ ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്യല്ലേ? എനിക്കറിയാം നീ ഒരുപാടൊന്നും അവന് ഉപദ്രവിക്കില്ലാന്ന്. എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവരും അങ്ങനെ ഉപദ്രവിക്കാനൊന്നും കഴിയില്ല. അമ്മയുടെ അനിയത്തിയുടെയും കൂടെ എത്ര ഒരു സന്തോഷവും കളിയും ചെയ്യും. എൻ്റെ കൂടെ ആ തിരുവായും തുറക്കണമെങ്കിൽ തന്നെ എത്ര ബുദ്ധിമുട്ടാ. ഗുഡ് മോർണിംഗ്. ആ, ജീവ വന്നോ? ഇതാ ഈ ഫയലേ സാറിൻ്റെ ക്യാബിനിലൊന്ന് കൊടുക്കണേ. സാറ് ചോദിച്ചായിരുന്നു. ഓക്കെ. What was this behavior, baby? I'm your fiancé and you are paying no attention to me. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ മാരേജാ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് we will be together. എല്ലാ തീരുമാനങ്ങളും നമ്മൾ ഒരുമിച്ചല്ലേ എടുക്കേണ്ടത്. ബട്ട് ഇപ്പോൾ പോലും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ എന്നെ കുറിച്ച് ആലോചിക്കാറ് പോലും ഇല്ല. Why? I'm so upset about it. Okay. So may I come in? Yeah, come in. Oh, this bitch. Oh my dear. എന്താ അമ്മയോട് ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് നീ കഴിഞ്ഞിട്ടല്ലേ ആരുള്ളൂ. യു ആർ മൈ സ്വീറ്റ് ഹാർട്ട്, റൈറ്റ്? എന്തിനാ ഇപ്പം ഈ പിണക്കം? എന്താ വേണ്ടത്? എൻ്റെ ബേബി എന്ത് ചോദിച്ചാലും ഈ പ്രിൻസ് തരുമെന്ന് അറിയാലോ. സോറി ടു ഡിസ്റ്റർബ് യു. ഈ ഫയൽ ഇവിടെ തരാൻ പറഞ്ഞു. ആ, വാട്ടവോ, ഫയൽ ഇവിടെ വെച്ചിട്ട് പോകണം. ഏയ് വെയിറ്റ്. ആ ഷെൽഫിൽ ഒരു ഡ്രിങ്ക് ഇരിക്കുന്നത് വേണം. അത് എടുത്ത് തന്നിട്ട് പോ. Prince. A trip to London? അതോ യുവർ ഫേവറേറ്റ് പാരീസ്? എല്ലാം എൻ്റെ ഇഷ്ടം പോലെ. What? Holy shit. ഒരു കാര്യം നേരെ ചെയ്യാൻ അറിയില്ല. Oh, such a hex. Baby, ഇതൊന്ന് അറിഞ്ഞോണ്ട് ചെയ്തതാ. നമ്മുടെ മൂവ്മെന്റ് നശിപ്പിക്കാൻ വേണ്ടി. ഛേ, ഇവിടെ മുഴുവൻ വൃത്തികേടാക്കി. What a crap. തന്നെ കൊണ്ട് എന്തിനെങ്കിലും പറ്റുമോ? Such useless. Come on, ക്ലീൻ ചെയ്യ്, എന്നിട്ട് പോ. എന്ത് കാണിക്കുവാടെ ഓനെങ്കിൽ വൃത്തിയാക്കാൻ. ഇന്നലെ നിനക്ക് കിട്ടിയതൊന്നും മതിയായില്ലേടി? വീണ്ടും അവള് കണ്ണീരൊഴുക്കുന്ന നാട്ടില്ലേ? ഇവിടെ നിനക്ക് ഒരു സിമ്പതിയും കിട്ടാൻ പോകുന്നില്ല. ഓ, അവിടെ കള്ളക്കണ്ണീര്. Just stop this damn drama. നിന്റെ നാടകമൊക്കെ മതി. എഴുന്നേറ്റ് പോണം. വേറെ ആരെങ്കിലും ഇത് വൃത്തിയാക്കാൻ അറിയുന്ന ആരെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞു വിട്. കുപ്പിച്ചിൽ തട്ടിയാൽ അവളുടെ ഇത്രയും കണ്ണീരൊഴുക്കുന്നത്. ജസ്റ്റ് ഹെൽപ്പ്. പക്ഷേ മൂഡ് കളയാനായിട്ട് ഓരോന്ന് ഇറങ്ങിക്കോളും. ബേബി, ലെറ്റ്സ് കണ്ടിന്യൂ. നമുക്ക് എവിടേക്ക് ട്രിപ്പ് പോകണം? സ്റ്റോപ്പ് ദിസ് അമേര. എനിക്ക് ഈ ഫയലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. നീ ഇങ്ങോട്ട് മാറിയിരിക്കേ. ഓ, ആ പെണ്ണ് കാരണം എല്ലാം കൊളമായത്. ഏയ്, കരയുവാണോ? എന്ത് പറ്റി? സാരമില്ല, മോളുടെ വിഷമം ഞങ്ങൾ തീർത്തു തരാം. എന്തിനാണ് വെറുതെ ഉപദ്രവിക്കുന്നേ? ഞാൻ അങ്ങോട്ട് എന്ത് ചെയ്തിട്ടാ? പ്ലീസ്. എന്താടി? നീയും ബോസായിട്ടുള്ള ചുറ്റിക്കളിയൊക്കെ ഞങ്ങൾക്ക് പലർക്കും ഇവിടെ അറിയാം. നീ അധികം ശീലാവധി ഒന്നും വേണ്ട കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. പ്ലീസ് 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 പ്ലീസ്. ഒന്നടങ്ങി നിൽക്കടി. ശബ്ദം ഉണ്ടാക്കിയോ നീ തീർന്നു. പൊന്നു ഒന്നുമില്ല. Bastards. Hey, no,
ഡോണ്ട് വറി, ഞാനിവിടെ എത്തി. പൊന്നു, ഒന്നും സംഭവിക്കില്ല, ഒന്നുമില്ല. ഡോണ്ട് ക്രൈ പൊന്നു, പ്ലീസ്. What happened here? എബി, കഴിഞ്ഞില്ലേ ഇവളുടെ കരച്ചില്? What happened to your clothes? What the hell were you all? ഇവിടെ ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോ ഈ ഓഫീസിൽ ഒരാൾക്ക് പോലും ബോധമില്ലേ? ഇവിടെ വരുന്ന ഓഫീസേഴ്സിന്റെ എല്ലാം സെക്യൂരിറ്റിയുടെ ഉത്തരവാദിത്തം തനിക്കല്ലേ? താനൊരു ബോസ് ആണോടോ? just calm down. അതിനെ ഇവിടെ ഇത്രമാത്രം സംഭവിച്ചില്ലല്ലോ. ഇപ്പൊ ഞാൻ വരുന്ന ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ എന്റെ പൊന്നിന് ഇവിടെ എന്താ സംഭവിക്കാന്നറിയോ? അവർക്ക് എന്താ സംഭവിച്ചിരുന്നെങ്കിൽ ഈ ഓഫീസ് മുഴുവൻ ഞാൻ കത്തിച്ചേനെ. ഈ ബോസിനോ ബോധമില്ല, പിന്നെ എങ്ങനെയാ ഇവിടുത്തെ ഓഫീസേഴ്സിനുണ്ടാവുന്നത്? നാണമില്ലാത്തവന്മാരും ഇതുപോലെ കുറെ എണ്ണമുണ്ട്. പെണ്ണുങ്ങൾ ഒരു ശരീരമാണെന്ന് വിചാരിക്കുന്നു. കുറെ വൃത്തികെട്ട. Mind your words. My words? Mind your deeds, man. സ്വന്തം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. സ്വന്തം കാര്യം ഇപ്പം നന്നാക്കിയിട്ട് മതി മറ്റുള്ളവരെന്ത് പറയുന്നു ചെയ്യുന്നു എന്ന് നോക്കാൻ. Just shut up, Mira. പൊന്നു വാ, നമുക്ക് പോവാം. എന്നിവിടെ നിൽക്കണ്ട. സോറി സർ, ഞങ്ങള് ജസ്റ്റ് ഒന്ന് തൊട്ടിട്ടേ ഉള്ളൂ, വേറൊന്നും ഇല്ല, ചുമ്മാ തമാശ. ഒന്ന് തൊട്ടേനാണ് അവൾ ഇത്ര ബഹളം ഉണ്ടാക്കിയത്. ഐ അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളുടെ ജോബിനൊന്നും ബാധിക്കില്ല. ചെന്ന് വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക. ആൻഡ് ഡോണ്ട് മൈൻഡ് ഹർ. ആ പിന്നെ എപ്പോഴും അങ്ങനെ തന്നെ. ഇതിന് ഡ്രസ്സൊക്കെ കയറി പോയിട്ടുണ്ടല്ലോ. വാ, നമുക്ക് വേറെ മേടിക്കാം. അത് ഞാൻ ഇന്നലെ തന്നെ സന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ. അപ്പോൾ അവളാ പറഞ്ഞത് നിനക്ക് ഓഫീസിൽ ഭയങ്കര ടോർച്ചറിങ് ആണ്, ജിയോൺസിൻ്റെ ഓഫീസിലാണ് നീ വർക്ക് ചെയ്യുന്നതൊക്കെ. അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ നിന്നെ കാണാൻ വിചാരിച്ച് ഓഫീസിലേക്ക് വന്നത്. അപ്പോൾ നിന്റെ ചേരിൽ നിന്നെ കണ്ടില്ല. അപ്പോൾ സന്യ പറഞ്ഞത് നീ ചിലപ്പോൾ വിഷമിച്ച് ബാൽക്കണിയിലങ്ങ് വന്ന് നിൽക്കുന്നുണ്ടാവുമെന്ന്. അതുകൊണ്ട് ഇവിടേക്ക് വന്നത്. എന്താ പറഞ്ഞത്? എനിക്ക് ഓഫീസിൽ കുഴപ്പമൊന്നുമില്ല, അത് ജസ്റ്റ് വർക്ക് ഇഷ്യൂസ്, അത് എല്ലായിടത്തും ഉണ്ടാവുന്നതല്ലേ. ഫോർഗെറ്റ് ഇറ്റ്, ഇനി അത് ഓർക്കണ്ട. ഇനി നീ ആ ഓഫീസിലേക്ക് ജോലിക്ക് പോകുന്നില്ല. ഓക്കെ? നോ, നീ ഇത്രയ്ക്കും സ്ട്രെസ് അനുഭവിച്ച് ഇത്ര ഇഷ്യൂസ് ഉള്ള ആ ഓഫീസിൽ ഇനി നിൽക്കുന്നില്ല. ദാറ്റ്സ് ഫൈനൽ. നോ മോർ ആർഗ്യുമെന്റ്സ്. ഓക്കെ? അതെങ്ങനെ ശരിയാവാ? तड़पाए मुझे तेरी सभी बातें एक बार है दीवानी. സാറ് പറഞ്ഞ പോലെ തന്നെ സാറിന്റെ പെങ്ങളെ ഹരാസ് ചെയ്യാൻ നോക്കിയവനെ 2 കാലത്ത് ഞങ്ങൾ തല്ലി പിടിച്ചിട്ടുണ്ട്. ഇനി അവൻ എന്തായാലും നടക്കണമെങ്കിൽ ഏകദേശം 1 കൊല്ലമെങ്കിലും എടുക്കും. ഗുഡ് ജോബ്. ആൻഡ് യു ഹാവ് വൺ മോർ ജോബ്. तड़पाए मुझे तेरी सभी बातें एक बार है दीवानी. झूठा है सही प्यार तो कर.